എന്നോട് പിതാക്കന്മാരറിയാനാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യുന്നത്. നമ്മുടെ ബസിലിക്ക പള്ളി മന്ദിരമാണിത്. സുറിയാനി കത്തോലിക്ക സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക മന്ദിരത്തിൽ നിയമപരമല്ലാതെ ഇന്ന് 13 ഡീക്കന്മാർക്ക് പട്ടം നൽകുന്ന പരിപാടി വലിയ ഗംഭീരമായിട്ട് ഈ പള്ളിയുടെ തിരുമുറ്റത്ത് 10-22 ലക്ഷം രൂപ മുടക്കി വലിയ ആഘോഷകരമായ രീതിയിൽ നമ്മുടെ ഈ ബസിലിക്ക മുറ്റത്ത് പന്തൽ കെട്ടി വലിയ തരത്തിലേക്കുള്ള ആഘോഷം നടത്തപ്പെടുകയാണ്. നമ്മുടെ സിനഡ് പിതാക്കന്മാരൊന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഏകാധിപതിയായി നമ്മുടെ ജോസഫ് പാംബ്ലാനി പിതാവ് പെരുമാറാണ്. 2024 ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന മാത്രം എന്ന മാർപ്പാപ്പയുടെ കൽപ്പന ലംഘിക്കുന്ന തട്ടിലും പാംബ്ലാനി പിതാവും കൂടി ചെയ്യുന്ന അനധികൃത വളഞ്ഞ വഴിയിലൂടെ പരിപാടിയാണ് ഇന്നിപ്പോൾ ഈ ബസിലിക്ക പള്ളിയുടെ ചേർന്ന് നടത്തപ്പെടുന്നത്. 5 ലക്ഷം വിശ്വാസികളുടെ കുർബാന കടം പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ കുൽസിത മാർഗം ഉപയോഗിക്കാതെ അദ്ദേഹം മറ്റാരെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കേണ്ടതാണ് ശരി. അതിരൂപതയുടെ ബസിലിക്ക കത്തീഡ്രൽ ചർച്ചിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അനധികൃതമായി ഈ നിർമ്മിച്ച പന്തലും അതുപോലെ തന്നെ ഇതൊരു നിയമത്തിന് വിധേയമല്ല എന്ന തരത്തിലേക്ക് ഇന്നലെ നമ്മുടെ കോടതി വിധി വന്നിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ നമ്പർ 4499/2025 എന്ന കോടതി വിധിയും വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഈ പള്ളിയിൽ ഒരു ഏകീകൃത കുർബാന അല്ലാതെ ഒന്നും നടത്താൻ പാടില്ല എന്ന യൂണിഫൈഡ് മാസ് അല്ലാതെ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള കോടതി വിധിയുമുണ്ട്. അത് 26/3/2024 OS നമ്പർ 208 പ്രകാരം അങ്ങനെയൊക്കെയുള്ള നിയമം ഇരിക്കെ ഇതിനകത്ത് കുറേ വിശ്വാസ മക്കൾ പ്രാർത്ഥിച്ച് ഈ പള്ളിക്കകത്തൊരു പ്രകോപനവും ഉണ്ടാക്കാതെ നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ബസിലിക്കയുടെ ചൈതന്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വളരെ യാമപ്രാർത്ഥനയും കൊന്തയും ഒക്കെ ചൊല്ലിയ ആളുകൾ, 100 കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സഭയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സഭയുടെ അനധികൃതമായ പോക്കിന് എല്ലാവരും ഒന്ന് കണ്ണു തുറക്കണം. നമ്മുടെ അധികാരികൾ ഇങ്ങനെയൊക്കെയുള്ള നിയമ ലംഘനങ്ങൾ അനവധി നടത്തുമ്പോൾ തീർച്ചയായിട്ടും വിശ്വാസ മക്കളൊന്ന് പ്രതികരിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം, നമ്മുടെ സഭയെ രക്ഷിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.